വൈസ് ചാൻസലർ നിയമനത്തിൽ ഉൾപ്പെടെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ സർവകലാശാല നിയമ ഭേദഗതി ബിൽ LDF സഭയിൽ അവതരിപ്പിച്ചു. LDF സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. അതിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അന്ന് ഗവർണറിൽ നിന്നും ചാൻസലർ പദവി എടുത്തു മാറ്റാനുള്ള നിയമനിർമ്മാണങ്ങൾക്കാണ് ശ്രമിച്ചിരുന്നത്. 2022 നവംബറിൽ ഇതിനായി ഓർഡിനൻസ് അംഗീകരിക്കുകയും ഡിസംബറിൽ നിയമസഭ ബില്ല് പാസ്സാക്കുകയും ചെയ്തു. നിർഭാഗ്യകരമായ നിലയാണ് പിന്നെ ഉണ്ടായത്. ഈ ബില്ലിനെ നിയമസഭയിൽ UDF എതിർക്കുകയാണ് ചെയ്തത്. നിയമസഭ പാസാക്കിയ നിയമത്തിന് അംഗീകാരം നൽകാൻ ഗവർണർ തയ്യാറായില്ല. ഗവർണർ അത് പിടിച്ചു വെച്ചു. അപ്പോൾ അതിനെതിരായി അന്ന് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇത്തരം നടപടികളെയെല്ലാം പിന്താങ്ങേണ്ടവരായിരുന്നു പ്രതിപക്ഷം. പക്ഷേ പിന്താങ്ങുകയല്ല, എതിർക്കുകയും വിമർശിക്കുകയുമാണ് പ്രതിപക്ഷം അന്ന് ചെയ്തത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള ഭരണഘടനാബാഹ്യമായ ഇടപെടലുകളെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് ഞങ്ങൾ കടന്നിരുന്നത്. ആ ഘട്ടത്തിൽ ബാലിശമായ എതിർപ്പുകൾ ഉയർത്തി UDF ആ ശ്രമത്തെ പിന്നിൽ നിന്ന് കുത്തുകയാണുണ്ടായത്. അതാണ് ഗവർണർക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഊർജമായി മാറിയത് എന്നത് കാണേണ്ടതായിട്ടുണ്ട്. ഗവർണർ അന്യായമായി നിയമിച്ച വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കാൻ വിസമ്മതിച്ചു. പഴയ കഥയാണ്. അപ്പോൾ 2 മാസത്തിലൊരിക്കൽ സിൻഡിക്കേറ്റ് ചേരണമെന്ന് നിയമ ഭേദഗതി LDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്നു. സാങ്കേതിക സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഇവയുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ നിരവധി തവണ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ചു. ബഹുഭൂരിപക്ഷം കേസുകളിലും സർക്കാരിന് അനുകൂലമായ വിധിയാണെന്നുണ്ടായത്. താൽക്കാലിക VCമാരെ നിയമിക്കുന്നതിനുള്ള പാനൽ മുഖ്യമന്ത്രിക്ക് നൽകണമെന്നും മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന മുൻഗണനാ ക്രമമനുസരിച്ച് ഗവർണർ നിയമനം നടത്തണമെന്നും സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ വിധിയുണ്ടായി. ഇവിടെ MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ പ്രശ്നം വരുമ്പോൾ 2026 മെയ് 31 വൈസ് ചാൻസലറുടെ കാലാവധി അവസാനിച്ചത്. UDF സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 18. അപ്പോൾ താൽക്കാലിക VC നിയമനത്തിനുള്ള പാനൽ നൽകേണ്ടത് സർക്കാരാണ്, UDF സർക്കാരാണ്. ആ ഉത്തരവാദിത്വം അവർ നിർവഹിച്ചില്ല. ഈ ഭാഗം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ മറച്ചു വെക്കുകയാണുണ്ടായത്. സർവകലാശാല ഭേദഗതി ബില്ലുകൾ സംബന്ധിച്ച ഫയലുകളിൽ ഗവർണറെ പിന്തുണച്ചുകൊണ്ട് വിയോജനക്കുറിപ്പ് എഴുതിയ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തലപ്പത്ത് UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത് എന്നതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. സർക്കാരിനെതിരായ വ്യവഹാരങ്ങളിൽ ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനെയാണ് അഡ്വക്കേറ്റ് ജനറലായി UDF സർക്കാർ നിയമിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാവ് രൂപീകരിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഗവർണർക്ക് വേണ്ടി അന്നത്തെ സർക്കാരിനെതിരെ ബിനാമി യുദ്ധം നടത്തിയതും നാം കണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ
ഗവർണറുടെ നിയമവിരുദ്ധമായ ഇടപെടലുകൾ, അതിനെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾ അത് അവസാനിക്കേണ്ടതല്ല, അത് തുടരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലെല്ലാം ശക്തമായ നിലപാട് സ്വീകരിക്കാൻ UDF സർക്കാർ തയ്യാറുണ്ടോ എന്നതാണ് പ്രസക്തമായ പ്രശ്നം. ഇപ്പം നമ്മുടെ കേരളത്തിൽ RSSൻ്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള, MG, മലയാളം സർവകലാശാല VC-മാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണിത്. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മാസം തികഞ്ഞില്ല, തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ മതേതര വിശ്വാസികളിൽ കടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. വേറൊരു പ്രശ്നം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പങ്കിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്യൂറായി നിയമിച്ചത് അങ്ങേയറ്റം സംശയാസ്പദമായ നടപടിയായിരുന്നു. സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാൻ അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയത് സ്വർണം പൂശിയ ചെമ്പുപാളികളാണ് എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച അഡ്വക്കേറ്റ് വാദിച്ച കാര്യം അവിടെ വെറും ചെമ്പുപാളിയാണ് നൽകിയത്, സ്വർണം പൂശിയ ചെമ്പുപാളിയല്ല, വെറും ചെമ്പുപാളിയാണ് നൽകിയത് എന്നായിരുന്നു അദ്ദേഹം കോടതിയിലും പുറത്തും പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രതികളുടെ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്ന അഭിഭാഷകനെ ദേവസ്വത്തിൻ്റെ പ്ലീഡറായി നിയമിക്കുകയാണ്. ഇതിൽ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം നിയമനങ്ങൾ സാധാരണ സ്വീകരിക്കുന്ന നടപടിക്രമം അനുസരിച്ചാണോ നടന്നിട്ടുള്ളത്? അതിൽ വലിയ സംശയങ്ങൾ ഇപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്.
മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് പറയുന്നുണ്ട്. മന്ത്രിസഭയുടെ റെഗുലർ അജണ്ടയുടെ ഭാഗമായിട്ട് വന്നതാണോ OA ആയിട്ട് വന്നതാണോ? അതൊരു പ്രശ്നമാണ്. ഇവിടെ സാധാരണഗതിയിൽ അഡ്വക്കേറ്റ് ജനറൽ ശുപാർശ ചെയ്ത് നിയമവകുപ്പ് കണ്ട് നിയമവകുപ്പ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത് മുഖ്യമന്ത്രി അംഗീകരിച്ച് മന്ത്രിസഭയിലേക്ക് പോവുകയാണ് ഉണ്ടാകുക. അങ്ങനെയാണ് മന്ത്രിസഭ ചർച്ച ചെയ്യുക. ഈ നടപടിക്രമങ്ങളൊക്കെ ഇവിടെ പാലിച്ചിട്ടുണ്ടോ? ഒരു ഭാഗം. ഒരു ധൃതി ഇതിൽ കണ്ടിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ധൃതി? ആ അനാവശ്യ ധൃതി എന്തായിരുന്നു? അതിന് ഇടയാക്കിയത് എന്തായിരുന്നു? ഇപ്പോൾ രാജിവെച്ചതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന നിലയ്ക്ക് ഇത് കാണാൻ പറ്റുമോ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് ഈ അഭിഭാഷകൻ നിയമിതനായത്. ദേവസ്വത്തിൻ്റെ ക്ലിയറായി വന്നതോടുകൂടി ആ ഇരുന്ന ദിവസം, ആ ഇരുന്ന മണിക്കൂറുകൾ, ഏതെല്ലാം കടലാസുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അത് കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ കേസിൻ്റെ ദേവസ്വം വകുപ്പിൻ്റെ കയ്യിലുള്ള നിർണായകമായ വിവരങ്ങൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം. ഏതെങ്കിലും കടലാസുകൾ ആ അഡ്വക്കേറ്റിൻ്റെ കയ്യിലുണ്ടെങ്കിൽ സെർച്ച് ചെയ്തത് കണ്ടെത്തണം. അത് കണ്ടെത്തുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇപ്പോൾ രാജിവെച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ, അക്കാര്യത്തിൽ ഉറപ്പുവരുത്താനുള്ള ഫലപ്രദമായ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്.